ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വീട്ടിൽ ചേർന്ന കുറച്ച് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് പുഷപ്സിൻ്റെ വേരിയേഷൻസും മറ്റുള്ള വർക്കൗട്ടുകളൊക്കെയാണ്. ഓക്കെ, ഒരു വെയിറ്റുകളും നമുക്ക് ആവശ്യമില്ല, പക്ഷേ നമ്മുടെ ചെസ്റ്റിന് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കറിയാം നമ്മുടെ ചെസ്റ്റിന് 3 പാർട്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ അപ്പർ ചെസ്റ്റാണ്, അപ്പർ ചെസ്റ്റ് ആൻഡ് മിഡിൽ ചെസ്റ്റ് ആൻഡ് ലോവർ ചെസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്തിട്ട് നിങ്ങളുടെ ചെസ്റ്റിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ആക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങൾ വീട്ടിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചിലപ്പം ഡംബിൾസുകളൊന്നും ഇല്ലാത്തവർ കാണും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജിമ്മിലൊന്നും പോകാൻ നമുക്ക് പൈസയില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഇതിലുള്ള സോഴ്സുകളൊന്നും നമുക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വർക്കൗട്ടുകൾ വീട്ടിൽ ഫോളോ ചെയ്യാം. അപ്പം നമുക്ക് ചെസ്റ്റിന് നല്ല രീതിയിൽ പ്രയോജനം തരുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈഡർ പുഷപ്പ് ആണ്. വൈഡർ പുഷപ്പ് വെച്ചാൽ നമ്മൾ നോർമലി നമ്മുടെ പുഷപ്സ് നമ്മൾ ഒരു ഷോൾഡർ ലെവലിലാണ് നമ്മൾ നോർമൽ പുഷപ്പ് ചെയ്യുന്നത്. നമ്മളതിൽ നിന്നും ഒരു 1-2 ഇഞ്ച് നമ്മൾ മാറ്റി, ഷോൾഡർ ലെവലിൽ നിന്ന് നമ്മൾ 1-2 ഇഞ്ച് 2 ഇഞ്ചോളം നമ്മൾ മാറ്റിയാണ് വൈഡർ പുഷപ്പ് ചെയ്യുന്നത്. ഓക്കെ, വൈഡർ പുഷപ്പിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ചെസ്റ്റിനൊക്കെ നല്ല വിരിവ് കൂട്ടാനൊക്കെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വളരെ സ്ലോവിലാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ താപ്പോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് വേണം നിങ്ങൾ താപ്പോട്ട് വരാനായിട്ട്. ഓക്കെ, അതിനൊക്കെ തന്നെ നിങ്ങൾ താപ്പോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മേളിലെത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബ്രീത്തിങ് രീതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യരുത്. വളരെ സ്ലോവിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് മസിൽസിന് നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടിപൊളി വർക്കൗട്ടാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. അപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ആർച്ചർ പുഷപ്പാണ്. ആർച്ചർ പുഷപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈ താണ്ട ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരിക. നല്ല വൈഡായിട്ട് തന്നെ, ഒരുവിധം വൈഡായിട്ട് തന്നെ നിങ്ങളുടെ കൈ ഇരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു സൈഡിലോട്ട് താണ്ട് പോകാം. മറ്റേ നിങ്ങളുടെ കൈയെന്ന് വെച്ചാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. കണ്ടോ, ഇതാണ് നമ്മുടെ ആർച്ചർ പുഷപ്പ് എന്ന് പറയുന്ന പുഷപ്സിൻ്റെ വേരിയേഷൻ. ഇത് നിങ്ങളുടെ സൈഡ് ചെസ്റ്റിനും അതിനൊക്കെ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഈ മിഡിൽ ചെസ്റ്റും ഒക്കെ വളരെയേറെ പ്രയോജനം തരുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതിലുപരി നമുക്ക് പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുഷപ്സൊക്കെ ചെയ്ത് നല്ല പരിചയം വേണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആർച്ചർ പുഷപ്പൊക്കെ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 റെപ്സിൻ്റെ 3 സെറ്റാണ്. ഓക്കെ, 12 റെപ്സിൻ്റെ 3 സെറ്റാണ്. ഇതുവഴി നമുക്ക് ട്രൈസെപ്സും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം വളരെ സ്ലോ ആൻഡ് കൺട്രോളിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ പുഷപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മുടെ ഹിന്ദു പുഷപ്പാണ്. ഹിന്ദു പുഷപ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നു എന്നുള്ളതാണ്. അതിലുപരി നമ്മുടെ ബാക്കിനും ട്രൈസെപ്സിനൊക്കെ നല്ല വർക്കൗട്ടാണ്. പക്ഷേ നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ചെസ്റ്റിന് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുകയാണ്. ഓക്കെ, ചെസ്റ്റിന് നല്ല സൂപ്പർ വർക്കൗട്ടാണ്. നമ്മുടെ ചെസ്റ്റ് നല്ല ഷേപ്പിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേ കണക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്നല്ല, ബ്രീത്ത് നമ്മൾ താപ്പോട്ട് ഇങ്ങനെ കുനിഞ്ഞ് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മേളി വരുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത നമുക്ക് നാലാമത്തെ വർക്കൗട്ടിൽ പോകാം. നാലാമത്തെ വർക്കൗട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാല് അല്പം എവിടെ ഒന്ന് ഉയർത്തി വെക്കുക, വല്ല സ്റ്റൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലോ ഉയർത്തി വെച്ചതിന് ശേഷം ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഡിക്ലൈൻ പുഷപ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വളരെയേറെ പ്രയോജനം തരുന്ന വർക്കൗട്ടാണ്.
അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ സ്ലോവിൽ താപ്പോട്ട് വരിക, വളരെ സ്ലോവിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താപ്പോട്ട് വരിക, പുഷ് മേളിലോട്ട്. ഓക്കെ, സാവധാനം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താപ്പോട്ട് വരിക ആൻഡ് പുഷ്. അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾ അപ്പർ ചെസ്റ്റ് ആക്ടിവേഷൻ ആക്കാൻ സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 4ാമത്തെ വർക്കൗട്ടിൻ്റെ പോകാം. നമുക്ക് ഡിപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ട്രൈസെപ്സിനും നല്ലൊരു വർക്കൗട്ടാണ്. അതിലുപരി നമ്മുടെ ലോവർ ചെസ്റ്റ് ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബെഡിലോ നിങ്ങൾ കൈവച്ചതിന് ശേഷം നിങ്ങൾ വളരെ സാവധാനം താപ്പോട്ട് വരിക. നമുക്ക് മേലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിലോട്ട് നല്ലോണം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലോവർ ചെസ്റ്റ്, നിങ്ങളുടെ ചെസ്റ്റിനും നല്ല സൂപ്പർ വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ട്രൈസെപ്സും നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 റെപ്സിൻ്റെ 3 സെറ്റാണ്. അതിനൊക്കെ താപ്പോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേളിൽ വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. അപ്പോൾ 15 റെപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. ഇതും നിങ്ങളുടെ ചെസ്റ്റിന് നല്ല കിടിലൻ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെയിറ്റ് ഇല്ല, നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും വിഷമിക്കുമ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രയാസം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണിത്. ഇത് നീ പുഷപ്പാണ്, പക്ഷേ അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള പാടാറുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ മുട്ടിങ്ങനെ ഒരു തലയണയുടെ പുറത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുക, കാലിൻ്റെ മുട്ട്. അതിനുശേഷം ഇതേ കണക്ക് കണ്ടോ, തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഇത് തന്നെയാണ് വർക്കൗട്ട്. തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കാല് താപ്പോട്ട് കൊണ്ടുവരിക, വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ചെസ്റ്റിലോട്ട് മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്ത് സൂപ്പറായിട്ട് ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ്. വളരെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ 3 സെറ്റാണ്. അതിനൊക്കെ നിങ്ങൾ താപ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിനൊക്കെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതിനൊക്കെയുള്ള വീട്ടിൽ ചെയ്യാവുന്ന നല്ല കിടിലൻ വർക്കൗട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.